ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ ഇരട്ടടി പോലെ ആളുകൾക്ക് നമുക്ക് തരുന്ന ചില കാര്യങ്ങളാണ് KCB ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ന് ഭീമമായ തുകയാണ് വൈദ്യുതി ചാർജിൻ്റെ ഇടപാടിൽ ഇവർ വാങ്ങിയെടുക്കുന്നത്. അവരെ ആ ബില്ലൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി. ആ ബില്ലെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ച മീറ്ററിന് നമുക്ക് ഇവന്മാർക്ക് വാടക കൊടുക്കണം തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് ആ ബില്ലിനകത്തുള്ളത്. ബില്ലിനകത്ത് എന്തോ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ രീതി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. ആ രീതിയിലാണ് നമുക്ക് ഒരു 300 രൂപ കറണ്ട് ചാർജ് ആണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ വൈദ്യുതി ചാർജ് ആണെന്നുണ്ടെങ്കിൽ, അവസാനം ബില്ലിനകത്ത് എല്ലാം കൂടെ കണക്കൂത്തി കൂട്ടി എല്ലാം കൂടെ എഴുതി വരുമ്പോൾ 1000 രൂപ ആവും. ഈ ഒരു കണക്കാണ് അതിൻ്റെ. കണക്കിൻ്റെ ഈ കളി വലിയ കളിയാണ് നടത്തുന്നത്. അതിനകത്തിരിക്കുന്നവരൊക്കെ ഭയങ്കര വലിയ അക്കൗണ്ടന്മാരാട്ടോ. അത് കാണണം നമ്മൾ, അത് കണക്ക്. ഇനിയിപ്പോൾ ഇതല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും വലിയ ചൂടിൽ നമുക്ക് ഒരു AC ഇല്ലാതെ ഇപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. AC എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തു അല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ നെസസിറ്റിയാണ്. അത് അവശ്യ വസ്തുവാണ്. ആ രീതിയിലേക്ക് മാറി. കാരണം നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതലുള്ള ചൂട് താങ്ങാനുള്ള കഴിവില്ല മനുഷ്യ ശരീരത്തിന്. കാരണം അത് മരണം വരെ സംഭവിക്കാം. ആ രീതിയിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കൊച്ചുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? AC ഒക്കെ ഓണാക്കി വേണം ഇരിക്കാൻ. പലപ്പോഴും രാത്രി ആയാലും ശരി അത് AC ഇടാതെ ഇരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇപ്പോൾ രാത്രി 6 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ലോഡ് ഷെഡിങ്, ഒരു അരമണിക്കൂറിൽ കവിയാത്ത ലോഡ് ഷെഡിങ്. ഇവരൊക്കെ ഈ മന്ത്രിക്കൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇയാൾക്കൊക്കെ അവിടെ എപ്പോഴും കറണ്ട് കിട്ടും, AC കിട്ടും. അയാളുടെ വീട്ടിലെ ലൈനൊന്നും ഓഫാകത്തില്ല ഒരിക്കലും. ബാക്കി അനുഭവിക്കേണ്ടത് നാട്ടുകാരാണ്. റെക്കോർഡ് അനുസരിച്ച് നമ്മൾ നോക്കിയാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഡാമുകളിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകിയെത്തിയത്. അപ്പോൾ ആ പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ, അതിന് തലയിൽ എന്തെങ്കിലും ഉള്ളവരെ വേണം മന്ത്രിയായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും അത് ഇരുത്താൻ. അങ്ങനെ ചെയ്യാറില്ലല്ലോ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അത് പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളം സംരക്ഷിക്കാമായിരുന്നു നല്ല രീതിയിൽ. തോന്നിവാസം പോലെ തുറന്ന് വിട്ട് വൈദ്യുതി ഉൽപ്പാദനം നടത്തി. ഈ വൈദ്യുതിക്ക് ഒരു കുഴപ്പമുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവറിന്. അതായത് ഈ പവർ ജനറേഷൻ ഇങ്ങനെ നടക്കും. കൂടുതൽ വെള്ളം ഒഴുകി വിട്ട് വരുമ്പം കൂടുതൽ നേരം പ്രവർത്തിച്ച് അത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ഈ വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഒന്നും നമുക്ക് പറ്റുന്നതല്ല. വൈദ്യുതി എന്ന് പറഞ്ഞ സാധനം നമുക്ക് എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്യാൻ ഒക്കത്തില്ല. അതിന് അങ്ങനെ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ കോടികൾ അതിന് മുടക്കിയാലേ അങ്ങനെ കുറച്ച് സ്റ്റോറേജ് എങ്കിലും നടക്കുള്ളൂ. ഈ വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും നിവൃത്തിയില്ല. വൈദ്യുതി ഇല്ല വന്നാൽ ഇല്ല, ഉൽപ്പാദനം ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ തോന്നിവാസം പോലെ ഈ വെള്ളം തുറന്നു വിട്ട് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റും ഇല്ലാതെ ഇതേപോലെ പവർ ജനറേഷൻ നടത്തി. ആ പവർ ജനറേഷൻ ആ രീതിയിൽ നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഡാമിൽ വെള്ളമില്ലാതായി. വേനൽക്കാലത്ത് വെള്ളമില്ലാതാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാമാന്യ ബുദ്ധി മതി, കോമൺ സെൻസ് മതി. അതില്ല. എന്ത് ചെയ്യാക്കും? ഒരു സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അതിന് വേറെ വലിയ ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. മനസ്സിലാക്കാം. വേനൽക്കാലത്ത്, അതായത് മാർച്ച് മുതൽ വെള്ളമില്ലാതാവുമെന്ന് എല്ലാവർക്കും അറിയാം. മെയ് വരെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 3 മാസങ്ങളും വരൾച്ചയുടെ, അതികഠിനമായ വരൾച്ചയുടെ നാടുകളാണ്. പ്രത്യേകിച്ച് ഈ വർഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമാനതകളില്ലാത്ത, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലുള്ള ചൂടാണ്, ഉഷ്ണമാണ്. സഹിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക്. റെക്കോർഡ് ടെമ്പറേച്ചറാണ് പാലക്കാട്, പുനലൂരൊക്കെ വന്നേക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ അത് യാതൊരു നിവൃത്തിയില്ല. അതായത് അല്ല, വേനൽ മഴയെന്ന് പറയുന്നതിൻ്റെ അളവ് പണ്ട് പോലല്ല, വളരെ കുറഞ്ഞു. മറ്റേത് ഏപ്രിലൊക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുമായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ആകെപ്പാടെ 1-2 മഴയാണ് കിട്ടിയത്. ആ മഴ ഒന്നും ആവുന്നില്ല. കാരണം ആ മഴ ചൂട് കൂട്ടത്തേ ഉള്ളൂ. കാരണം ഈ മഴ ഇങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ നന്നായിട്ടും അതൊരു 2 മണിക്കൂർ നിന്ന് പെയ്യുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. കാരണം ഈ ഭൂമി ഒന്ന് തണുക്കും. മറ്റേതെന്താണ്, ഈ ഭൂമി ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയിലേക്ക് മഴത്തുള്ളി വീഴുമ്പോൾ അത് മുഴുവൻ പെട്ടെന്ന് ആവിയായിട്ടങ്ങ് മാറുകയല്ലേ, നീരാവി. ഹ്യൂമിഡിറ്റിയുടെ അളവ് അങ്ങ് കൂടും.
ആ ചൂട് പുറത്തേക്ക് ഇങ്ങനെ അതിൽ നിന്ന് വരികയാണ്. ഈ മണ്ണ് പഴുത്തിരിക്കുന്നതായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമാണ്. അപ്പോൾ ഇന്നലെ അതുപോലൊരു മഴ പെയ്തതിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഞാൻ വെളിയിൽ പോയിരുന്നു, ഈ മഴയുടെ ആ ഒരു സുഖം, വീട്ടിനകത്ത് ചൂട്, അപ്പോൾ എന്നാൽ വെളിയിലിരുന്ന് ഈ മഴയെ ഒന്ന് ആസ്വദിച്ച് കാണാം എന്ന് വിചാരിച്ച് വെളിയിൽ പോയിരുന്നു. വേർത്തോലിക്ക് എനിക്കിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ചൂട്, ഭൂമിയിൽ നിന്നുള്ള ചൂട് ഇങ്ങോട്ട് അടിക്കുകയാണ്. ഒരു മാർഗവുമില്ല. അവസാനം എഴുന്നേറ്റ് നിരാശനായിട്ട് ഞാൻ എഴുന്നേറ്റ് പോയതാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം. ഇപ്പം ഇത് ഇത്രത്തോളം ചൂടുണ്ട്. ആ സമയത്ത് വീട്ടിൽ കയറിയാലോ കറണ്ടില്ല. ഇൻവെർട്ടറിൽ എ സി ഒന്നും, അല്ലെ ഇൻവെർട്ടർ എ സി വാങ്ങിക്കണം മുഴുവൻ. അത് അത്രയും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇനി എല്ലാ എ സി മാറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും വലിയ പണച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ ഇത് വൈദ്യുതി ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വീടിനകത്ത് ഇരുന്നിട്ട് നമ്മൾ ഉരുകുകയാണ്. അതിനുള്ള കാരണക്കാരാരാണ്? ഈ KSEB തന്നെയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് അവസാനം ഇപ്പം മന്ത്രി ജനങ്ങളെ അല്ല മാധ്യമങ്ങളെ കുറ്റം പറയുക, മാധ്യമങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. എന്നുവെച്ചാൽ ഇവരുടെ ഈ കെടുകാര്യസ്ഥത ജനങ്ങളെ അറിയിക്കുന്നു. അതാണ് അവരുടെ പ്രശ്നം. മിണ്ടാൻ പാടില്ല, ഒന്നും പുറത്തു പറയാൻ പാടില്ല. കാരണം ഇവർക്ക് രാജാക്കന്മാരല്ലേ. ഇവരുടെ കുഴപ്പം ഒന്നും പ്രജകൾ അറിയാൻ പാടില്ല. അതാണ് കാര്യം. ഈ രീതിയിലാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായത്, KSEBയിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറൊക്കെ കൂടെ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തേക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? ഈ ലോഡ് ഷെഡിങ് സമയത്ത് അടി കിട്ടാൻ പോകുന്നത്. അടി കിട്ടണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ തോന്നിവാസമൊക്കെ കാണിച്ച് ജനങ്ങളെ ഇട്ട് ഉരുക്കുമ്പോൾ, അത് മാത്രമല്ല ചിലയിടത്ത് കറണ്ട് പോയി കഴിഞ്ഞിട്ട്, വൈദ്യുതി പോയി കഴിഞ്ഞിട്ട് 1-1.5 ദിവസം കഴിഞ്ഞൊക്കെ വരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. രാത്രി എഴുന്നേറ്റിരിക്കാനല്ലാതെ കിടക്കാൻ പറ്റുമോ? നല്ല ഇൻവെർട്ടർ, പവറുള്ള ഇൻവെർട്ടറുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഫാനെങ്കിലും വർക്ക് ചെയ്യും, AC ഇല്ലെങ്കിൽ പോലും. പക്ഷേ ഇത് സാധാരണക്കാർ, പാവങ്ങൾ, ഇതിൻ്റെ ചെലവ് താങ്ങാൻ മാർഗമില്ലാത്തവർ എന്ത് ചെയ്യും? ഒരു മാർഗമില്ല അവർക്ക് രക്ഷപ്പെടാൻ. ഇതിപ്പോൾ ഇതാണ് ആ കെടുകാര്യസ്ഥത എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റമാണ് ഇതിൽ കലാശിച്ചേക്കുന്നത്. അതായത് KSEBയുടെ ആ മാനേജ്മെൻറ്റ്, ആ പവർ മാനേജ്മെൻറ്റ് ഇല്ലാതെ പോയത് കൊണ്ട് മാത്രമാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മെനഞ്ഞാന്ന് കൂടംകുളത്ത് പണി വന്നു. കൂടംകുളത്ത് ആറ്റമിക് എനർജിയാണ് അവിടുന്ന് വരുന്നത്. കൂടംകുളത്തുനിന്ന് ഉള്ള വൈദ്യുതി എന്ന് പറഞ്ഞാൽ 200 മെഗാവാട്ട് ഇന്നലെ കിട്ടി എന്ന് പറയുന്നു, മന്ത്രി പറയുന്നു. കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഈ രീതിയിലാണ്. ഇതൊന്നും മാധ്യമങ്ങൾ നല്ല കാര്യങ്ങളൊന്നും പറയാതെ ഈ കുഴപ്പങ്ങളെല്ലാം പറയുന്നത്. നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കെടുകാര്യസ്ഥതയും ഇതുപോലുള്ള അനാസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നത് ജനങ്ങളുടെ ശ്രദ്ധപ്പെടുന്നതാണ് മാധ്യമങ്ങൾ ധർമ്മം. അത് മാധ്യമങ്ങൾ ചെയ്തോളും. അതിന് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാവരും KSEBയിലെ സ്റ്റാഫൊക്കെ കൂടെ എല്ലാവരും എവിടെ ഉണ്ടെങ്കിലും ഇപ്പം ആളുകൾ ഒരു പരുവം കഴിയുമ്പോൾ അങ്ങ് മടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. സ്വന്തം വീട്ടിലുള്ളവരെ തല്ലിക്കൊല്ലുന്ന കാലമാണിത് ആളുകൾ. അന്നേരം വന്നാൽ പിന്നെ KSEBക്ക് അവിടെ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഓരോരുത്തർ കയറി വേളം ഉണ്ടാക്കും. ഇപ്പം ഏതായാലും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പോയി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടേക്കുന്നത് രസകരമായിട്ട് തോന്നി. അത് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.